അപ്പോൾ എല്ലാവർക്കും ആദർശിൻ്റെ മെരി ക്രിസ്മസ്. മുടിയൊക്കെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ മുടി വെട്ടാൻ പോവുകയാണ്. എൻ്റെയും ഒട്ടും മോശമല്ല. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞങ്ങൾ കംപ്ലീറ്റ്ലി ഇന്ന് എടുക്കുകയാണ്. അപ്പോൾ സർപ്രൈസും ഉണ്ട്. എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുടി വെട്ടാൻ പോകുന്നു. ആദർശേ കമോൺ ബാ, വണ്ടി എടുക്കട്ടെ. ഹായ്, ലോകമെമ്പാടുമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും മേരി ക്രിസ്മസ്. അപ്പോൾ രാവിലെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ, ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് കാണുമ്പോൾ മനസ്സിലായി കാണും. നമ്മളുടെ നല്ല ബീഫ് സ്റ്റൂവും അപ്പവും കൂടി ചേർത്താണ്. ഹാരിപ്പെണ്ണ് ഫസ്റ്റ് ടൈം ക്രഷ് ചെയ്യണതിന് അല്ലേ ഹാരിപ്പെണ്ണെ? ഫസ്റ്റ് ടൈം അല്ലേ? ബീഫ് സ്റ്റൂ. പക്ഷെ ബീഫ് സ്റ്റൂവിന് സൂപ്പർ കോമ്പിനേഷൻ അപ്പം അല്ലാതെ പറയാൻ പറ്റുന്നത് ശരിക്കും നമ്മുടെ ജോജു ജോസഫ് പറഞ്ഞ സാധനമാണ്. നല്ല ആവിയിൽ പുഴുങ്ങിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിൽ രണ്ട് കയ്യിൽ ഈ ബീഫ് സ്റ്റൂ അങ്ങോട്ട് എടുത്തങ്ങോട്ട് ഒഴിക്കുക. നല്ല ക്യാരറ്റും കിസ്മിസും ഒക്കെ ചേർത്തിട്ട് കുറച്ച് നേരം എനിക്കത് വെക്കും. ആ ചാറൊക്കെ അതിലോട്ട് അബ്സർവ് ചെയ്ത ശേഷം ഒരു കഷ്ണം ബീഫ് എടുത്ത് കഴിച്ച് കഴിഞ്ഞാലുണ്ട് എൻ്റെ മോനെ സൂപ്പറായിരിക്കും അല്ലേ? ആവു. അപ്പം നിങ്ങളുടെ ഡിലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുക. വീഡിയോ കണ്ടിന്യൂ ചെയ്യണം. ഇന്നൊരു സർപ്രൈസ് കാര്യങ്ങളും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഓക്കേ, ആദർശ കഴിക്കാൻ വരാൻ പോവാം. അപ്പോൾ സമയം 1:30 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഗേളി ചേച്ചി ഞങ്ങൾക്ക് ക്രിസ്മസ് പങ്ക് കൊണ്ട് തന്നു. അതല്ലേ. അപ്പോൾ ആദർശം ആര്യ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയും. ആര്യ എന്തൊക്കെയാണ് കഴിച്ചത്? നെയ്ച്ചോറ്, ബിരിയാണി എല്ലാം നെയ്ച്ചോറാണ്. സാലഡ്. അപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് തന്ന ഡിഷസ് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം അല്ലോ. ഈ ചെറിയ ചെറിയ നിറയെ നെയ്ച്ചോറ്, കട്ട്ലേറ്റ്, ഫ്രൂട്ട് സലാഡ്, സാലഡ്, പിക്കിള്. ഇത് വീട്ടിലാണ്. ഇത് തോരൻ, ചീരത്തോരൻ, പിന്നെ 2 പിക്കിള്, നാരങ്ങയും മാങ്ങയും, പപ്പടം വിത്ത് ചിക്കൻ. ഉണ്ട്. അത് ആദർശ് പിടുത്തത്തോട് പിടുത്തം. ഫ്രൂട്ട് സലാഡ്. കൊച്ചിന് ഫ്രൂട്ട് സലാഡ് വേണം. ആ പ്ലേറ്റ് കാണിക്കൂ കുട്ടി. ആദർശം തിന്നില്ല ഫ്രൂട്ട് സലാഡ്. സ്പൂൺ വേണ്ട, കൈ വെച്ച് കഴിച്ചോ. പിന്നല്ലാതെ. അപ്പോൾ ഇത്രയും നല്ല ഒരു ഗംഭീര ക്രിസ്മസ് ട്രീറ്റ് തന്ന ഗേളി ചേച്ചിക്ക് വളരെയധികം താങ്ക് യു. അടിപൊളിയായിരുന്നു കേട്ടോ. ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു റേഡിയോ വേണം, റേഡിയോ വാങ്ങിച്ചിടും. കാരണം പണ്ട് ഞങ്ങളുടെ പഴയ വീടുണ്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്കൊരു റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ മറ്റേ സുപ്രഭാത പരിപാടിയും നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ കേൾക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ റേഡിയോ ഇല്ല. ഇടയ്ക്ക് നമ്മളുടെ മൊബൈലിൽ കണക്ട് ചെയ്തിട്ടേ അങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ റേഡിയോ ഒക്കെ ഒരെണ്ണം വാങ്ങിച്ചു. അതും പക്ഷേ ചീത്തയായിപ്പോയി. പിന്നെ നമ്മളുടെ ടെക്നോളജിയൊക്കെ മാറിയപ്പം മൊബൈലായല്ലോ. പക്ഷേ നമ്മളുടെ സ്മാർട്ട് ഫോണിൽ റേഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ കുത്തി വെച്ച് കഴിഞ്ഞാൽ മാത്രം, ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും ഒരു തൽക്കാലത്തേക്ക് അമ്മക്കൊരു ചെറിയ പഴയ മോഡൽ നോക്കിയുടെ ഒരു ഫോൺ, വയർലെസ് റേഡിയോ ഉള്ളത്, അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കാര്യം ഉപകാരപ്പെടും. ഇടയ്ക്ക് നമുക്ക് ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ അതിൽ കൂടി ചെയ്യുകയും ചെയ്യാം. വയർലെസ് ആയിട്ടുള്ള റേഡിയോ ആണ്. അപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ പോലും കൺവീനിയൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഇത് സാധനം ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, ഞാൻ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാൻ പോവുകയാണ്. അതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി വെച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ സർപ്രൈസ് ആവുകയില്ല കണ്ടു നോക്കാം. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ തിരക്കിലാണ്, 1 വർഷം കഴിഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയായില്ലേ. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ജൂഡിച്ചേട്ടൻ്റെ വീട്ടിൽ അടിപൊളി പുൽക്കൂടുണ്ട്. അപ്പോൾ ഉണ്ണി വെച്ചിനെയൊക്കെ വെച്ചിരിക്കുന്നത് ഇന്നലെ വെച്ച് കാണും. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് ഞാൻ കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ വർഷത്തെ പുൽക്കൂട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
ആ വളവിൽ കാണുന്നതാണ് ഉണ്ണിച്ചേട്ടൻ്റെ നമ്മുടെ ജോഡിച്ചേട്ടൻ്റെ വീട്. ഉണ്ണിയേശു എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഉണ്ണിച്ചേട്ടൻ്റെ വീടെന്ന് പറയാൻ പോയത്. ചോദിച്ചു നോക്കാം, കാണിച്ചു തരും. ഉണ്ണിയേശു പുൽക്കൂട്ടിലാണല്ലോ പിറന്നു വീണത്. അപ്പോൾ അതിൻ്റെ ആഘോഷം നടക്കുന്ന ദിവസമാണ്. ചോദിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജോഡിച്ചേട്ടൻ നല്ല അടിപൊളി പുൽക്കൂട് ഉണ്ടാവും. അതെല്ലാം മുകളിൽ തന്നെ ശരിയാക്കിയേക്കണം. ഈ പുല്ലൊക്കെ പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, ഒറിജിനൽ തനിയിട്ട് നനച്ചു കൊടുത്ത് വളർത്തിയൊക്കെയാണ്. കണ്ടില്ലേ, നല്ലൊരു ആർക്കിഡൈൻ, ഒരു നല്ലൊരു ക്രിസ്മസ് ട്രീ, ലൈറ്റ് മുകളിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഉണ്ണിയേശുവിനെ കാണാനായിട്ട് കുറേ ആളുകൾ ഉണ്ട്. ആടുകൾ, മാട്ടിടയന്മാർ ഇതൊക്കെ ഉണ്ട്. വലിയ ഉണ്ണിയേശുവിൻ്റെ മാതാവൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ. ആവും, ഞാനൊന്ന് സൂം ചെയ്ത് നോക്കാം അല്ലേ. കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നല്ല അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ച് നിൽക്കുന്ന സീനാണ്. നമ്മുടെ ജോഡിച്ചേട്ടൻ ഷർട്ടൊന്നും ഇടാത്ത കാരണം മങ്ങാട് പോയൊക്കെ ഒരു ഫോൺ കോൾ വന്നായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി പുൽക്കൂടാണ് കണ്ടത് ഇല്ലേ. അവിടെ ചെറിയ ചെറിയ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പുൽക്കൂടം നിർത്തുന്ന അത് ചെറിയൊരു കിണർ, അടിപൊളി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ക്രിസ്മസ് കേക്ക് മുറി നടത്താൻ പോവുകയാണ്. അപ്പോൾ അടിപൊളി ഒരു ക്യാരറ്റ് കേക്കാണ് വാങ്ങിച്ചത്. പ്ലം കേക്കൊക്കെ കഴിച്ച് മടുത്തു. അപ്പോൾ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്കുകളിലൊന്നാണ് ക്യാരറ്റ് കേക്ക്, ബെസ്റ്റ് ബേക്കേഴ്സിൻ്റെ. നല്ല കിടിലൻ ടേസ്റ്റാണ്. പിന്നെ അത് അമ്മ ഒരു കുപ്പി വൈനും തരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കമോൺ. ഏയ്, ആരൊക്കെയാണ് വൈൻ കുടിച്ച് കിറങ്ങാൻ വന്നത്? ബാ, മേരി ക്രിസ്മസ്. ആ സൗണ്ട് ഒന്ന് കട്ട് ചെയ്യോ? വൈനൊക്കെ ഉണ്ട്. ആ, ആര് പെണ്ണേ, അൺബോക്സ് ഇറ്റ്. ക്യാരറ്റ്, നല്ല ക്യാരറ്റ് കേക്ക്. കുഞ്ഞ് ഗ്ലാസ്സിൽ അണിച്ചാൽ മതി. ഞാൻ അണിച്ച് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തരാം. കഴിയും. അടിച്ചെന്താണ് അങ്ങോട്ട് പോയത്? നല്ല കിടല സ്മെല്ല് വന്നുണ്ട് ഗൈസ്. വൈൻ കുടിക്കുന്ന ഗ്ലാസ്സിൽ വൈൻ വെച്ച് വൈൻ ഒഴിച്ച് കഴിക്കണം. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. ആരൊക്കെ വേണ്ടല്ലോ? ഞാൻ കുടിച്ചോട്ടെ. സൂപ്പർ സാധനമാണ്. സൂപ്പർ സാധനം കേട്ടോ. അരിയൊക്കെ വേണ്ട എന്നാ അരിയ കേക്ക് കട്ടി, ക്യാരറ്റ് കേക്ക് കട്ടി. തൻ്റെ കത്തി എന്ത്? അയ്യേ, കത്തി പിടിച്ചോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് കേക്ക്, ക്യാരറ്റ് കേക്ക് ആരിപ്പണ്ണ കേട്ടോ നമുക്ക് വേണ്ടി സെർവ് ചെയ്യുന്നു, കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്നു. ആരിപ്പണ്ണി ഇന്നോ ഇന്നലെയൊക്കെ ആയിട്ട് ക്യാരറ്റ് കേക്ക് വല്ലതും കഴിച്ചോ? പക്ഷെ അന്ന് അതിനേക്കാളും വെറൈറ്റി സാധനമാണ് ബെസ്റ്റ് ബേക്കേഴ്സിലെ ക്യാരറ്റ് കേക്ക്. കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെയുണ്ടെന്നുള്ളത്. അടിച്ചോവേ വേണ്ടേ നിനക്ക്? അപ്പോൾ ഞങ്ങൾ ക്യാരറ്റ് കേക്ക് കഴിക്കാൻ പോകട്ടെ. താൻ തന്നെയാണ് ആദ്യം കഴിക്കണം. സ്വല്പം വൈനും കുടിച്ചോ, ഒരിത്തിരി കുടിച്ചോ. ആ, കുഴപ്പമില്ല, കുടിച്ചോ, സ്വല്പം കുടിച്ചോ. കേക്കും വൈനും കൂടി കഴിച്ചോ, അടിപൊളിയായിരിക്കും. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല കേക്കാണ്. അപ്പോൾ ഒരു പീസ പപ്പക്കും അമ്മാമക്കൊക്കെ കൊടുക്കുക.
ആ കയ്പുണ്ടാവും, നല്ലതാണ്, ബ്ലഡിനൊക്കെ നല്ലതാണ്. കുടിച്ചോ, ഒരിത്തിരി ഉള്ളു കുടിക്കുന്ന കൊച്ചിനെ കണ്ടവരുണ്ടോ? ഒറ്റ വലിയ എണ്ണപ്പാ പൊടിയണ ഇത്രേ ഉള്ളൂ. ഒരു ലാമ്പ്, ലാമ്പേ ആര് പറഞ്ഞു മൂക്കിന്ന് പുക പോയത്, ഗ്യാസ് വന്നിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ, കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവില്ല. ഞാൻ ഇത് മുഴുവൻ കഴിച്ചു തീർക്കും, ഞാനും ആരെയും മുഴുവൻ കഴിച്ചു തീർക്കും കേട്ടോ. ആദർശിന് വേണ്ടെന്ന് ഉറപ്പാണോ? വേണ്ടല്ല, കുറച്ച് കഴിഞ്ഞിട്ടല്ല വായോ ഇങ്ങോട്ട് ഉണ്ടാ. കൊച്ചിന് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ വീണ്ടും കുറച്ച് മതിയേ, ഫുള്ളും കുടിച്ചില്ല കൊച്ചി, കുറച്ച് കുടിച്ചോ. ആടാ വൈൻ കുടിക്കുന്ന കൊച്ചുങ്ങളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഒരു കേക്ക് കഴിക്കുന്നു, വൈൻ കുടിക്കുന്നു, കേക്ക് കഴിക്കുന്നു, വൈൻ കുടിക്കുന്നു. എന്താ അല്ലേ, എന്താ രസം. ആ ലൈറ്റ്സ് മധുരേ ഉള്ളൂ. ക്യാരറ്റ് കേക്കാണ്, ക്യാരറ്റ് കേക്ക്. ആദർശം ഓൺ ഫയർ. ഒറ്റ വലി, ഇവിടെ നോക്കിയേ, ഒരു വലി ഇവിടെ ഒന്ന് കാണട്ടെ. അത് തന്നെ കള്ളുടിയൻ വേണ ഇത്തിരി കൂടി വേണ്ട, കുറച്ച് കഴിഞ്ഞ് കിട്ടൂല, തീർന്നു. കഴിച്ചോ. നമ്മൾ കേക്ക് എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞിട്ട്, ഓ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മതിയല്ലോ അല്ലേ. ഒറ്റ വലിക്ക് കുടിക്ക്, അതങ്ങനെയാണ്, ഒറ്റ വലിക്ക് കുടിക്കണം. അവൻ കുടിച്ചല്ല, ആദർശം കുടിച്ചല്ല, അവ അതിനെടുക്ക. കുടിച്ചോടി. നല്ല ക്യാരറ്റ് കേക്കാം. എന്താ നല്ല ഇത് ഞാൻ കുടിച്ചോളാം. ആര്യ ഏലാമ്പി ഞാൻ ഈ വീഡിയോയിലേ അമ്മാമ്മക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പറയില്ല, സർപ്രൈസാണ്. അമ്മാമ്മയുടെ പഴയ ഒരു സാധനമാണ്, അമ്മാമ്മക്ക് വളരെ നാളുകളായിട്ട് ആഗ്രഹം ഉണ്ടായ ഒരു സാധനമാണ്. മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. മോണ്ടേ കൊടുക്കുക, ക്രിസ്മസ് ഗിഫ്റ്റായിട്ട്. എന്തോന്ന് അതൊന്നും പറയാൻ പറ്റില്ല, കൊണ്ടേ കൊടുത്തു. ആദർശനെ വിളിക്കും, അവനെ വിളിക്കും. അമ്മാമ്മക്ക് സർപ്രൈസാണ്, നിങ്ങൾ രണ്ടുപേരും കൊടുത്തു. ആ സർപ്രൈസ് ഗിഫ്റ്റാണ്. ഇത് അച്ഛ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി. തുറന്നു നോക്കരുത്, അമ്മാമ്മക്കാണ് കേട്ടാ, സർപ്രൈസ് ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. ശരി, അമ്മാമ്മക്ക് സർപ്രൈസ്. തുറന്നു നോക്കാൻ പറ. തുറന്നു നോക്ക്. അമ്മ കൊറേ നാളുകളായിട്ട് വേണം വേണമെന്ന് പറഞ്ഞൊരു സാധനം. റേഡിയോ ആണ്, അന്നൊരു സാധനവുമാണത്. തുറക്ക്.
ഈ റേഡിയോ നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം, ഏത് സ്ഥലത്തും. അങ്ങനത്തെ റേഡിയോ, കനമൊന്നുമില്ല, പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോവാം. അടിപൊളി. പുറകിൽ വായിച്ചു നോക്ക്, പുറകിൽ വായിക്ക്, പുറകിൽ ആ അത് തന്നെ വായിച്ചു നോക്കിയേ എന്താണെന്നുള്ളത്. ഓരോ സംഭവങ്ങൾ വായിച്ചേ. 2.4 അതിന്റെ താഴത്ത് വായിച്ചേ. പവർഫുൾ ലൗഡ് സ്പീക്കർ. മൂന്നാമത്തെ വായിച്ചേ. മൈക്രോ SD കാർഡ് സ്ലോട്ട്. ശരി, നാലാമത്തെ വായിച്ചേ. FM റേഡിയോ വയർലെസ് ആൻഡ് അതാണ് അതിന്റെ പ്രത്യേകത. FM റേഡിയോ ഇപ്പോഴത്തെ എല്ലാ ചാനലിലും കിട്ടുന്ന. താഴത്ത് വീഴ്ത്തരുത്, ഇനി ഇത് അൺബോക്സ് ചെയ്തോ. അപ്പൊ ഇതാണ് നമ്മളുടെ കൊടുക്കാൻ വെച്ച സർപ്രൈസ് ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ആ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, വൈകിട്ടായപ്പോ സർപ്രൈസ് പൊട്ടിച്ചു. പയ്യെ സാവധാനം ചെയ്ത് വെച്ചാൽ മതി, പയ്യെ പൊളിച്ചാൽ മതി. മൊബൈലിൽ തന്നെയാണ് ആ റേഡിയോ വരുന്നത്. മൊബൈലായിട്ട് ഉപയോഗിക്കാം, റേഡിയോ ആയിട്ട് ഉപയോഗിക്കാം. അതൊക്കെ പറഞ്ഞുതരാം. അത് വയർലെസ് റേഡിയോ ഉള്ളതാണ്. അതിലൊക്കെ ഇടണം, ദേവന്മാരിട്ട് തരും. സിം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല കളറല്ലേ? ആ ഇഷ്ടപ്പെട്ട. അപ്പോൾ റേഡിയോ വർക്ക് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാർത്ത എല്ലാം കേൾക്കാം. രാവിലത്തെ സുപ്രഭാതമൊക്കെ കേൾക്കാം. അപ്പോൾ ഒന്ന് ഓൺ ചെയ്ത് നോക്ക്. സിമ്മല്ലടാ, അതിട്. അത് ഇതിടണം, ബാറ്ററി ഇടണം. ആ ബോക്സൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചേരും. ബോക്സും ചാർജറും എന്തൊക്കെ കിട്ടിയ ആവശ്യമില്ല. എന്തൊക്കെ ബാറ്ററി, ചാർജർ, ഹെഡ്ഫോൺ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിടാം. എത്ര രൂപ? വളരെ നിസ്സാരം. ഇനിട്ടോ ചാർജ് ചെയ്യണത് പഴയ മൊബൈലിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു. ക്രിസ്മസ് ആഘോഷിച്ചു, നല്ലൊരു പുൽക്കൂട് കണ്ടു, വൈൻ കുടിച്ചു. അരിപ്പന് 2 ഗ്ലാസ് വൈൻ കുടിച്ചു. ആദർശ് 2 എണ്ണം മടപെടാന്നടിച്ച്. ആദർശൊന്നും ബോധം കെട്ട് വീഴോടാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ടേക്ക് കെയർ. ഒരു ബൈ പറഞ്ഞേക്ക്. ഒരു മേരി ക്രിസ്മസ്.